നമസ്കാരം, ട്രാവൽ ബോർഡ് പുതിയൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നാസിക് റോഡിലാണ്. നമ്മുടെ ഗോവയിൽ നിന്ന് നിർത്തിവെച്ച ആ ട്രിപ്പ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചക്ക് സൗത്തിൽ നിന്ന് 1.5 മണിക്കൂർ പോകുന്ന മംഗലാദ്വീപ് എക്സ്പ്രസ്, അതായത് എറണാകുളത്ത് നിന്ന് നേരെ അസ്രത്തിന് സമുദ്രത്തിലോട്ട് പോകുന്ന ട്രെയിനാണ്. അതിൽ നേരെ നാസിക് റോഡിൽ വന്നിറങ്ങിയേക്കാണ്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിയർ ഫോർട്ട് പോകാനാണ്. അപ്പോൾ ഇവിടുന്ന് നാസിക് റോഡിൽ നിന്ന് നേരെ ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ടെമ്പലേശ്വര അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തോട്ട് പോകണം ബസ്സിന്. അവിടെ നിന്ന് നാളെ രാവിലെയാണ് നമ്മൾ അരിയർ ഫോർട്ട് പോകാൻ വേണ്ടി പോണത്. ഡെയിലി റണ്ണിങ് ആണ്. എല്ലാ ദിവസവും 1:25 നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് അസ്രത്തിന് സമുദ്രം പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അരിയർ ഫോർട്ട് പോകണമെങ്കിൽ ഈ ട്രെയിനിൽ കയറിയാൽ മതി. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇറങ്ങുമ്പോൾ തന്നെ മറ്റേ ഡൽഹിയിലേക്ക് കാണാൻ തന്നെ ഓട്ടോക്കാരൊക്കെ നേരെ ഓടി വരും അടുത്തോട്ട്. ഓട്ടോയിൽ പോവാ അരിയർ ഫോർട്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓട്ടോയിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് ബസ് അവൈലബിൾ ആണ്. 245A എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടാവും. തൃമ്പകലേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടെ നിന്ന് നേരെ ഇന്ന് നേരെ അവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് പോകുക അരിയർ ഫോർട്ടിലോട്ട്. ഇവിടുന്ന് 245A ബസ് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കട്ടെ. വീഡിയോ യൂട്യൂബ് ഈ കിടക്കുന്ന ബസ്സാണ്ടാ പോണേ. ടെമ്പറേച്ചർ 245A 2 ബസ് ഇറക്കണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ കയറണം. ഫസ്റ്റ് എടുക്കുന്ന അതാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ അത്യാവശ്യം ആൾക്കാർ ഫുൾ ആയിട്ടുണ്ട്. നേരെ ബസ്സിൽ കയറി നേരെ അങ്ങോട്ട് പോകട്ടെ. ടിക്കറ്റ് വരുന്നത് അങ്ങോട്ട് 70 രൂപയുണ്ട. ബസ് ഇറങ്ങി നേരെ അമ്പലത്തിനോട് എത്തിയിട്ട് ട്രിംബകേശ്വർ അമ്പലം ഉണ്ട്. ഇവിടെ അമ്പലത്തിന്റെ അടുത്തെത്തിയുണ്ട്. നല്ല ക്രൗഡാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ട്. ഈ അമ്പലത്തിന്റെ അടുത്തോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോർമെട്രി കിട്ടും 100 രൂപയൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അമ്പലത്തിന്റെ അടുത്തോട്ട് വന്നതാണ്. അപ്പൊ ഇന്ന് അവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് നാളെ വെളുപ്പിനെ പോകണം. ഇപ്പൊ വരുന്ന വഴിക്ക് കുറച്ച് ഓട്ടോക്കാരന്മാരെ കണ്ട അവിടെ ഫ്രണ്ടിൽ തന്നെ അവര് പറയണ്ടായിരുന്നു അരിയർ ഫോർട്ടിലോട്ട് കൊണ്ടുപോകും, പക്ഷേ എന്താണ് 1000 രൂപയാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയണത്. അപ്പൊ എങ്ങനെയാന്ന് നോക്കണം. വേറെ ആരെങ്കിലും ഒറ്റക്ക് 1000 രൂപയ്ക്ക് പോണത് നഷ്ടമല്ലേ. വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കണം. വേറെ വല്ല മലയാളികളും ഫുഡ് കഴിക്കാൻ ഇറങ്ങുക വേണം തപ്പാനായിട്ട്. ഇപ്പൊ ഡോർമെട്രി തപ്പി നടക്കുന്നതാണ്. ഡോർമെട്രി നോക്കിയിട്ട് വേണം ഒന്ന് ബാഗൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. അമ്പലം ഉണ്ടാക്കാണത്. അങ്ങോട്ട് പോകുന്നില്ല. അമ്പലത്തിന്റെ അവിടെ എല്ലാന്ന് പറഞ്ഞു. നമ്മ ഈ വന്ന ആ വഴി തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞ അപ്പൊ റിട്ടേൺ പോകണം. ഇങ്ങോട്ട് അമ്പലത്തിന്റെ അടുത്താന്ന് ചോദിച്ചിട്ട് നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് വന്നു റിട്ടേൺ പോകണം. ആ റിട്ടേൺ നമ്മ നേരത്തെ കാണിച്ച ആ വഴിയിലോട്ട് തന്നെയാണ് അവിടെ. അങ്ങനെ കുറെ നേരം തപ്പി കിടന്നിട്ട് ആ ഡോർമെട്രി കണ്ടുപിടിച്ചിട്ടാ. ഈ മെയിൻ റോഡിൽ തന്നെയാണ് നമ്മളെ ബസ് പോണത്. ഈ മെയിൻ റോഡിൽ നിന്ന് അവിടെ നിന്ന് വളഞ്ഞിട്ട് അപ്പുറത്താണ് ബസ് പോണത്. പക്ഷേ അമ്പലത്തിലോട്ട് ഇതിലൂടെ കൂടിയും എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മ കുറെ നേരം നടന്ന് അതിനടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഉള്ളിൽ കയറി ചെന്ന് സംഭവം നൈസായിട്ട് മൂഞ്ചി. അതായത് ഡോർമെട്രി ഉണ്ട്. ഒരാൾക്ക് 80 രൂപ വരുള്ളൂ. ഫുഡൊക്കെ ഫ്രീ ആണ്. പക്ഷേ ഫാമിലിക്ക് മാത്രം കൊടുക്കുള്ളൂ. കയറിയിട്ട് അത് കിട്ടൂല എന്ന് പറഞ്ഞു. പക്ഷെ അവര് എന്റെ കൂട്ടുകാരന്മാര് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇവിടെ 5 പേര് വന്നിട്ട് ഇവിടെ സ്റ്റേ അടിച്ചതാണ്. എന്താ സംഭവം എന്നറിയില്ല, കിട്ടിയില്ല. അങ്ങനെ അവിടെ ഫുഡും ചോദിച്ചപ്പോ ഫുഡും കിട്ടൂല എന്ന് പറഞ്ഞു. അവിടെ റൂമുള്ളവർക്ക് അത്ര ഫുഡും കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ബായിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബസ് വെച്ച് കണ്ടതാണ്. അപ്പൊ അയാൾ ഇവിടെ വന്നായിരുന്നു. പിന്നെ വേറെ 2 ഭായിമാരും ഉണ്ടായിരുന്നു. അവർക്കും റൂം കിട്ടിയില്ല. നമ്മ 4 പേരും പുറത്തോട്ട് വന്നപ്പോ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കണ്ടായിരുന്നു. ആ കാണുന്ന ഹോട്ടലിന്റെ സൈഡിലോട്ടുള്ള വഴിയിലൊരു ഈ കാണുന്നത് ഈ മരത്തിന്റെ സൈഡിൽ കാണുന്ന ബിൽഡിംഗ് കണ്ട അതൊരു ഹോട്ടലാണ്. അവിടെ റൂം കിട്ടി. ഒരാൾക്കല്ല, ഒരു റൂമിന് 1000 പറഞ്ഞപ്പോ നമ്മ 4 പേരുണ്ടായിരുന്നു. അപ്പൊ ഷെയർ ഇട്ടിട്ട് 250 വെച്ചിട്ട് ആ റൂം എടുത്തിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നാളെ രാവിലെ നേരെ അരിയർ ഫോർട്ടിലോട്ട് പോകും. അപ്പൊ വന്നൂര് നേരെ ഫാമിലി ആയിട്ട് വന്നെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റും. ഒരാൾക്ക് 80 രൂപയൊക്കെ വരുള്ളൂ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ. ഈ കാണുന്ന ആണോ മെയിൻ റോഡിൽ തന്നെയാണ് ആശ്രമം. ഈ കാണുന്ന നമ്മുടെ റൂം. അവരതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഉള്ളിൽ കാണിച്ചു തരാറുണ്ട്. എന്തായാലും രാവിലെ കാണിച്ചു തരാം. എന്തായാലും ഇന്ന് കിടന്നുറങ്ങട്ടെ. രാവിലെ എണീച്ചിട്ട് നേരെ അരിയർ ഫോർട്ടിലോട്ട് പോയിട്ട് അതിന്റെ കാഴ്ചകൾ കാണാം. നമ്മ അങ്ങനെ അരിയർ ഫോർട്ടിന്റെ അവിടെ എത്തിയട്ടോ. രാവിലെ 5:30 മണിക്ക് എണീച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. അവര് 3 പേര് ഇന്ത്യക്കാര് മന്ദിറില് ദർശനത്തിന് പോയി. അതിലൊരാള് അരിയർ ഫോർട്ടിലോട്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ഇനി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. നമ്മ കാണുന്നതേ ഓട്ടോ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് 1000 ആവും. അപ്പൊ ഒറ്റക്ക് വന്നൂര് അത് ശ്രദ്ധിക്കുക. കൂട്ടത്തോടെ വരാൻ നോക്കുക. കാണുന്ന ടോപ്പിലോട്ട് നമ്മൾ പോകണം.
ഈ കാണുന്ന വഴിയാണ് പോകേണ്ടത് നേരെ. അത് മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ഒരു 30 രൂപ ടിക്കറ്റ് ആവും. കാണുന്ന ടോപ്പിലോട്ട് കയറണം കേട്ടോ. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഓരോന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞ് കയറ്റം നോക്കി കയറണം. അത് മാത്രമല്ല എന്താണ് തിരിച്ചിറങ്ങുമ്പോൾ കുരങ്ങന്മാരുണ്ടാവും എന്ന് പറഞ്ഞ് അതും കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരിപ്പം പതുക്കിനെ കയറാന്ന് വിചാരിച്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ, പതുക്കിനെ നോക്കി കണ്ടു റിസ്ക് ഇല്ലാണ്ട് കയറിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതേ നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണ്ട. ഇതേ ഈ 5 ചേട്ടന്മാരുണ്ട്. അവർക്ക് ചെന്നൈയിൽ നിന്ന് വന്നാണ്. അപ്പോൾ കുഴപ്പമില്ലതേ അവരിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നുണ്ട്. മേളിൽ കുറച്ച് പേരുണ്ട് കേട്ടോ. ഇവിടുന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ മേളിൽ കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങോട്ട് പോട്ടെ. കുറച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ വഴിയായിട്ടാ കയറ്റാൻ തുടങ്ങുന്നത്. ആദ്യം നോർമൽ വഴിയായിരുന്നു, ഇപ്പം ഇങ്ങനത്തെ കയറ്റായി. ഇവർ രണ്ടിനും നല്ല ഫാസ്റ്റ് കയറി പോകുന്നുണ്ട്. ബാക്കി 3 പേര് പതുക്കനെ തന്നെ. ഞാൻ അവരിപ്പം പതുക്കനെ പിടിച്ചു പോണേ. എല്ലാവരും എത്തിയാട്ടാ. ഒരാൾ കൂടെ എത്താണ്ട്. മറ്റേ ഫ്രണ്ടിൽ പോയ ചേട്ടങ്ങണ പുള്ളി ഫുൾ പവറാണ്. നല്ല ചെറ്റിട്ടാ ഇവരെ വെയിറ്റ് ചെയ്യിക്കണായിരുന്നു. ഞാൻ പോണ കാപ്പി കളർ പനിയനും മറ്റേ ചേട്ടനും ഭയങ്കര വാസന. ഇവർ രണ്ടും കുറച്ച് സ്ലോയിൻ്റെ ഒരു ചേട്ടൻ വരാറുണ്ട്. ആ ചേട്ടനെ കാണുന്നില്ല. ചേട്ടൻ കുറച്ച് താഴണ്ട. അവൻ ഇത്ര ടോപ്പിലെത്തിയാണ് കേട്ടോ. അവിടെ കാണാണ്ട് 2 ഓട്ടോ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓട്ടോണാക്കി കിടക്കാം. ഇതേ ഈ വഴി നേരെ അങ്ങോട്ട് പോകണം മേലോട്ട്. ചെറിയൊരു ടോപ്പിലെത്തിയടാ. ഈ ടോപ്പിലെത്തിയപ്പോൾ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്കിതേ കുറച്ചും കൂടി ഉള്ളൂ എത്താനായിട്ട്. മേളിൽ അവിടെ 2 പേര് നിൽക്കാനുണ്ട്. അവരെല്ലാവരും അതൊക്കെ വന്നുണ്ട്. ഇനി ഞാൻ കാണണ്ട അങ്ങോട്ടാ പോകണ്ട്. കുറച്ചും കൂടി ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും അതും കൂടി അങ്ങോട്ട് എത്തട്ടെ. ഇവിടെ എത്തിയപ്പോൾ കുറേ സ്ഥലങ്ങളെ പേര് വെച്ചിട്ട് ഇങ്ങനെ ആരോ കൊടുക്കാൻ കേട്ടോ. അതിപ്പോൾ കറക്റ്റാണ് ഇരിക്കണമെന്നൊന്നും അറിയില്ല. നമ്മതേ ഏകദേശം അടുത്തെത്തിയാട്ടോ. കുറച്ചും കൂടി ഉള്ളു ഇനി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടഫസ്റ്റ് ഏരിയ വരുന്നു. അങ്ങനെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കണ്ട് ആഗ്രഹിച്ചിരുന്ന അരിയർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്ട് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ആ സ്ഥലവും കൈയിറക്കിയിരിക്കുകയാണ്. കൈയിറക്കി എന്ന് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ വന്നുള്ളൂ. ആ കാണുന്ന സ്റ്റെപ്പ് കയറി ആ ടോപ്പിലെത്തണം. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം കീറക്കി മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് അതിന് ഏറ്റവും ഗുണമായിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാട്ടാ ടോപ്പ് ഇതല്ലാട്ടാ. അവിടെ ഒരു കൊടിയാണ്ട. ആ കൊടിൻ്റെ അടുത്ത ആൾക്കാരാണ് ആ കാണുന്നത്. അവിടെ വരെ പോകാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നേരെ അപ്പുറത്ത് കാണുന്ന ടോപ്പിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അവിടെ കുറെ ആൾക്കാർ നിൽക്കണണ്ട. ആദ്യം ഈ ഏരിയ ഒന്ന് കവർ ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ തന്നെ ഉണ്ടോ? അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഇതിപ്പോൾ സീസണല്ല കേട്ടോ. ഇത് റെയിനുള്ള ടൈമിൽ, മൺസൂൺ ടൈമിൽ വന്നം. മൺസൂൺ ടൈമിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉണങ്ങി വരണ്ടായി ഇരിക്കണം. അതുകൊണ്ട് ആ ഭംഗി കുറവുണ്ട്. ഇതൊക്കെ പതുക്കിനെ കയറി വന്നോളൂ കേട്ടോ. ഞാൻ നേരത്തെ കയറി ഇവിടെ വന്ന് നിന്ന്. ഇവരെല്ലാം പോലീസുകാരാണ്ടാ. ചെന്നൈയിലുള്ള പോലീസുകാരാണ്. ആ കാണുന്ന ഈ കയറി തന്നെ ആള് കോൺസ്റ്റബിൾ ഗൺമാനാണ്, കമ്മീഷണറുടെ. ബാക്കിയുള്ളവരൊക്കെ അതേമാതിരി തന്നെ ഡ്രൈവറും. പിന്നെ ആ ഷർട്ട് എടുക്കണ സാറ് SI ആണ്. എന്താണ് ഈ കിടക്കണത്? കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. അവരപ്പം തന്നെ എന്താ കയറുന്നത്. പിന്നെ ഇപ്പൊ കുറച്ചുപേര് ഇറങ്ങണ്ടായിരുന്നു. അപ്പൊ 2-3 കുരങ്ങന്മാരൊക്കെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഒരു പട്ടി ഉണ്ടായിരുന്നു അവരെ കൂടെ. പട്ടി കുറച്ചുകൊണ്ട് കുരങ്ങന്മാരൊക്കെ അങ്ങോട്ട് പോയി. നമ്മ കയറുമ്പോ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് അറിയില്ല. അവരൊക്കെ വന്നിട്ടുണ്ട്. കേറട്ടെ. എങ്ങനെ നേരത്തെ പറഞ്ഞതേ ഇവിടെ എത്തിയാട്ടാ. കുരങ്ങ വന്നേക്കണണ്ട. കുരങ്ങ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഇവിടുന്നുള്ളവർക്ക് ഏറ്റവും കുറച്ച് റിസ്ക്കാണ്. അത് പിടിച്ചിട്ട് കയറി നമ്മുടെ ചെരുപ്പൊക്കെ ഊരി വെച്ച് നേരെ ഇങ്ങോട്ട് കയറി. പക്ഷെ കുരങ്ങ വന്ന കാരണം കുറച്ച് പേടിയാവും. അതൊക്കെ കയറണം. കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തതിനൊക്കെ ആവശ്യം കുരങ്ങന്മാർ വന്നിട്ടോ. അതൊക്കെ എല്ലാവരും വന്നത് ഇതുണ്ടാ.
നമ്മളടുത്തൊക്കെ വന്ന് നിൽക്കണേണ്ട. ഓക്കെ, അവിടെ ഒരുത്തനിക്ക് വിട്ടിട്ട് കൊടുത്ത് ഇവന് വന്നിട്ട് ഈ ചേട്ടന്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കി, പോക്കറ്റൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്തില്ല എന്നൊക്കെ. ഏതാണ്ട റിസ്ക് പോയിട്ടാ. ഞാൻ ഈ ചേട്ടന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് സേഫായി. ഉറങ്ങന്മാര് വള്ളികളായിരുന്നു, നല്ല ഇറങ്ങിയറാക്കലായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളും കയറി പോകരുത്, വേറെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്നും ഇല്ലാതെ പോക്കറ്റൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പോകണുണ്ടായിരിക്കും. ഇങ്ങനെ അണ്ടൊക്കെ കുറച്ച് ടോപ്പിലെത്തിയിട്ടാ കുറെ കുരങ്ങന്മാരൊന്നും ഇറങ്ങിയിറക്കി. നമ്മുടെ എത്താനായി. അവരോടൊന്നുമില്ല പാൻറ്റൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്ത്, സോറി പാൻറ്റല്ല ബനിയനൊക്കെ, ബനിയൻ്റെ പോക്കറ്റ്, പാൻറ്റിൻ്റെ പോക്കറ്റ് എല്ലാം തുറന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് അവർ പോയത്. പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഭാഗ്യത്തിന് നല്ല പണിയായന. ചേട്ടനവിടെ എത്തി, ഞാനും പോട്ടെ. ടോപ്പ് എത്തിയിട്ടങ്ങ് കയറാൻ വേണ്ടി പോണേന്ന്. അവസാനം അങ്ങോട്ട് കയറി കേട്ടോ. പൊന്നോ, പേടിച്ച് വിറച്ചു കേട്ടാ. കുരങ്ങന്മാർ ഭയങ്കര അടങ്ങിയാറായിരുന്നു. അവൻ രാവിലെ തന്നെ കയറുമെന്ന് പറഞ്ഞാ രാവിലെ കുരങ്ങന്മാരുണ്ടാവില്ല, വെളുപ്പ് തന്നെ അറിയാം. അതെ, അവരൊക്കെ മുന്നിലോട്ട് പോയി, നമ്മ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കുരങ്ങന്മാർ ശരിക്കും ഇറങ്ങിയാറായിരുന്നു. അപ്പൊ വരുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടാ. ചേട്ടൻ കയറിക്കൊണ്ടിരിക്കണേട്ടാ. അവൻ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മേലോട്ട് പോകണം, അതിൻ്റെ ഉള്ളിലോട്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ കഴിഞ്ഞിട്ടാ. ഈ വഴി നേരത്തെ അവിടുന്ന് വേറെ ടോപ്പ് കാണിച്ചില്ല, ഒരു കോടിമരമൊക്കെ ഉള്ള, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന. ഒന്നോ ശരിക്കും പേടിച്ചിട്ടാ കുരങ്ങുള്ള സീന്. കാരണം നല്ല മാന്തൊക്കെ കിട്ടിയ ഒരു തട്ടൊക്കെ തട്ടി കഴിഞ്ഞാൽ നേരെ താഴോട്ടാണ്. പടച്ചോൻ കാത്ത് നേരെ അങ്ങോട്ട് എത്തട്ടെ. ഈ ഒരു ടോപ്പിലെത്തിയടാ. നേരത്തെ പറഞ്ഞ കൊടി ചെയ്തല്ലാട്ടെ, കൊടി അവിടെയാണ്. അതിൻ്റെ മേളിൽ നേരത്തെ ആൾക്കാർ ഏറിയുണ്ടായിരുന്നു. അവരൊക്കെ അങ്ങോട്ട് പോണേ. ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. അമ്മ വന്നേരെ അവിടെ ഒരു ചെറിയൊരു തട്ടുപോലെ കണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇനി തിരിച്ചിറങ്ങുമ്പോഴും കുറച്ച് ടഫാണ്. കുരങ്ങന്മാര് തിരിച്ചിറങ്ങുമ്പോഴും പണി തരാൻ വേണ്ടി വരും. എങ്ങനെയൊക്കെ താഴെത്തിയാല് സമാധാനമുള്ളൂ. കടകളൊക്കെ ഉണ്ട്, പക്ഷെ കടകളൊക്കെ ക്ലോസ്ഡ് ആണ്. സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി ഇവിടെ എന്തോ ബിംബോക്ക് ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെറിയൊരു ഇതുണ്ട്, നമ്മുടെ അതിൻ്റെ മേളിലോട്ടാവണം. ഞാൻ വളരെ ഒരു ചെറിയൊരു കോട്ട പോലെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ. ഇവിടെ ഇപ്പൊ വന്നപ്പോ ഇവിടെ കുറച്ച് പേരുണ്ട്. അതിന്റെ മേളില് താഴേന്ന് കുറെ പേരൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഇവരിപ്പോ അങ്ങോട്ട് പോകണുള്ളൂ. അപ്പൊ അവര് ചിലപ്പോ ഇറങ്ങുന്നവരിക്കും അതിന്റെ മേളിലുള്ള ആൾക്കാർ. എന്തായാലും അങ്ങോട്ട് കയറാൻ വേണ്ടി പോണ്. അതിന്റെ ടോപ്പിൽ ഈസി ആയിട്ട് കയറാട്ടോ. ഈ മേലിനുള്ള വ്യൂ ഒക്കെ അവിടെ ഏതാ റിവറൊക്കെ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കോട്ടല്ല, അത് ചെറിയ നല്ല വ്യൂ ആണ്ട മേലിൽ. പക്ഷേ വന്നിട്ട് മാറിപ്പോയി. മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റും പള്ളിയുടെ വലിപ്പം നോക്കി. ഇത് ടെമ്പിളൊന്നും അല്ലാട്ടെ, ഇതൊരു സെക്യൂരിറ്റി റൂം പോലത്തെ ഒരു സ്ഥലം വരുന്നു. അപ്പൊ അതെ അതിൻ്റെ ഉള്ളിൽ വെറുതെ കയറിയപ്പോ രണ്ടാഴ്ച വെറുതെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പേരൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ തോന്നുന്നു. വെറുതെ ഇങ്ങനെ ഒരു അറ പോലെ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അത്. ഈ കാണുന്ന ഉള്ളിൽ കൂടെ കയറി ഈ ടോപ്പില് ലാസ്റ്റ് വന്നപ്പോ ഉള്ള വ്യൂ ആണ്ട അടിപൊളി. ശിരക്കാൻ മഴക്കാലത്തൊന്നും കണ്ട നല്ല ക്രീമിഷ് ആയിട്ട് നല്ല നല്ല ഭംഗിയായനെ കാണാനായിട്ട്. ഭംഗിക്കുറവൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ വരണ്ടിരിക്കാനായിട്ടൊരു ഇതാണ് കാണാൻ. അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഇതുണ്ട്. എന്നാലും കൊള്ളാം. കുറച്ച് കാറ്റ് വീശുന്നുള്ളൂ, പ്രതിരോധിക്കാനായിട്ട് കുറച്ച് കാറ്റ് കിട്ടുന്നുണ്ട്. ടോപ്പിലോട്ട് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷെ അധികം റിസ്ക് ഇല്ല, ഇങ്ങനെ വഴി പോലെ പോയിട്ടുണ്ട്. നേരെ അതിന്റെ ടോപ്പിൽ ആൾക്കാരൊക്കെ കണ്ട യൂട്യൂബറാണ് സ്റ്റിക്കായിട്ട് നിൽക്കുന്നവർക്ക്. വേറൊരു യൂട്യൂബറിനെ കണ്ടായിട്ടുണ്ട്. ആ ടോപ്പിലും കൊണ്ട് കയറിയിട്ട് റിട്ടേൺ അതിന്റെ മേലോട്ട് കയറേണ്ട. ഇപ്പൊ കാണിച്ച ടോപ്പില്ല, കുറച്ച് റിസ്ക് ഒന്നുമില്ല, എന്നാലും പിടിച്ചു കയറുന്നേ. അവരൊക്കെ ടോപ്പിലോട്ട് കയറി ഇതുവഴി അങ്ങോട്ട് കയറുന്നു. അങ്ങനെ
ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടുത്തെ വ്യൂ ഒക്കെ അങ്ങനെ ആര്യ ഫോർട്ട് കീഴടക്കിയിരിക്കുകയാണ്. ഫുള്ള് സന്തോഷം വന്നിട്ടില്ല, എന്താന്ന് വെച്ചാ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ ഉള്ള. തിരിച്ച് നമ്മ ഇറങ്ങി നമ്മൾ ഓട്ടോ കിടക്കണ അവിടെ വരെ പോയാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അതെ അണ്ണന്മാരല്ല, സാർമാരാണ്, പോലീസുകാരാണ്. അവരൊക്കെ നല്ലോണം കെയർ ചെയ്ത് തന്നെയാണ് എന്നെ കൊണ്ടുപോണത്. ഇവരിപ്പം തന്നെ പതുക്കിന് ഇറങ്ങി പോകണം. കുരങ്ങളെ മാത്രമേ ഉള്ളൂ പേടി. എന്തായാലും ഇതേ ഇവിടുന്ന് ഇറങ്ങട്ടെ. ആയൊക്കെ ഇറങ്ങിയട്ടാ. കണ്ടാ ഇങ്ങനെ പതുക്കിനെ പിടിച്ച് വെച്ചാൽ മേലോട്ട് കയറാനായിട്ട്. ഞാൻ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങി എല്ലാവരും ഇറങ്ങി നമ്മൾ നേരെ താഴോട്ട് പോണേ. ടോപ്പിന്റെ സൈഡിൽ കാണാൻ നോക്കി നല്ല പരന്നിങ്ങനെ ഇരിക്കണേണ്ട. അവിടുന്ന് കാര്യം വീടയില്ല, പിന്നെ നോക്കണ്ട. നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇനി ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയാസ് വരുന്നു. അതുകൂടി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനമായി. ഞാൻ ഇപ്പം ഇറങ്ങി തുടങ്ങണേട്ടാ. ഇതൊന്നല്ല ഡേഞ്ചറസ്, ഇതൊക്കെ സിമ്പിളാണ്. വീഡിയോ ഇതൊക്കെ സിമ്പിൾ സ്ഥലമാണ്. നമ്മളെ മറ്റേ മെയിൻ ഏരിയ ഉണ്ടല്ല, അതാണ് കുറച്ച് ഡേഞ്ചറസ്. ഇതൊക്കെ വലിയ റിസ്ക് ഒന്നുമില്ല. ടീമുകൾ വന്നു തുടങ്ങിയാണ് കേട്ടാ. വേറെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോ അവിടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചാണ്. അവരിന്നപ്പം തന്നെ നേരെ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എടങ്ങേറെ ടീമുകളാണ്. ഇറങ്ങുന്ന സ്ഥലം കണ്ട കുറച്ച് ഇവിടെയൊക്കെ കുറച്ച് റിസ്ക് ആണ്. അതൊക്കെ നോക്കി ഇറങ്ങിയാൽ മതി. മറ്റേ അവിടെ എത്തുമ്പോഴാണ് ഇനി ശ്രദ്ധിച്ചിറങ്ങേണ്ടത്. ഏരിയയൊക്കെ ഇവരൊപ്പം തന്നെ ഇറങ്ങണേട്ടാ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവർ നോക്കും ഇറങ്ങണ്ടെന്നൊക്കെ. അങ്ങനെ പതുക്കെ ഇറങ്ങി പോകണം. ഇവിടെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ പേടിയാവും. പക്ഷെ കുഴപ്പമില്ല, സ്റ്റേറുണ്ട്, നമുക്ക് പതുക്കെ പിടിച്ചു പോകാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നേരെ അപ്പുറത്ത് സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വീഴും എന്നുള്ളത്. പക്ഷേ നമുക്കിങ്ങനെ പിടിച്ചിറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെയാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കണം. ഇതിൻ്റെ നേരെ കാല് പുറത്തോട്ട് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കും. അവരാ ഒരു ചെറിയൊരു ഇതുപോലെ കാണണം. അത് ഇങ്ങനെ അപ്പുറത്തെ മല ഇങ്ങനെ നോക്കാൻ വേണ്ടി പറ്റൂല. അത് നോക്കണേ മെയിൻ കോട്ടനെ എത്തിയിരുന്നുണ്ടാ. ഇനിയാണ് നമുക്ക് ഇനി കുറച്ച് ടഫായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇറങ്ങണ നമുക്ക് കുറച്ച് കെയർ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ കുരഞ്ഞതാണ് ഇടങ്ങേറ്. അവരെ ഇവരുടെ കൂടെ തന്നെ സൂക്ഷിച്ചിറങ്ങാൻ വേണ്ടി പോവാണ്. റീലൊക്കെ കാണാൻ ഇതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ വാതിൽ തുറന്ന സീനാണ്. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ആ കാണുന്ന സ്ഥലത്ത് ഇരിക്കും ആൾക്കാർ കാലത്ത്. അതിന്റെ വീഡിയോണൊക്കെ കൂടുതൽ വരാറ് കാണുന്നത്. ഇവിടുന്നുള്ള വ്യൂ ഒക്കെ അതെ അവര് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ ഇറങ്ങിപ്പോട്ടെ. ഇനി താഴത്തെത്തിയിട്ട് കാണാം. കാരണം വീഡിയോ അധികം എടുക്കല് നല്ലതല്ല, കുറച്ച് റിസ്ക് ആണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പതുക്കനെ സ്റ്റോപ്പ് ചെയ്യണം. അതാ എങ്ങനെ ഇരിക്കണ്ടെന്ന് നോക്കിയേ. അടിയിലെത്തിയാൽ ഇനി സമാധാനമുള്ളൂ. അടിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അവിടെ എത്തിയാലും മതി. അവിടുന്ന് പിന്നെ വലിയ സീനില്ല, കുരങ്ങിൻ്റെ സീനൊന്നുമില്ല. നമുക്ക് സൂക്ഷിച്ച് പോയാൽ മതി. ഇവിടെ നിന്നാണ് കുറച്ച് ടഫ്. കുരങ്ങടെ അവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ വന്ന് ഇറക്കി ഇറക്കാൻ തീരാൻ മതി. ഞാൻ ഇറങ്ങട്ടെ. ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്തും വന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോക്കറ്റൊക്കെ കാലാക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ പോയത് അവന് കുഞ്ഞുണ്ട്. ഇങ്ങനെ ഇറങ്ങണം. അടിയിൽ എത്രയും പെട്ടെന്ന് ഇതേ ഇടങ്ങീറുള്ള ഏരിയ കൂടി ഇറങ്ങിയിട്ടുണ്ടാ. കുരങ്ങൊക്കെ വന്ന അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ പതുക്കന ഇറങ്ങി. അവരുടെ ഇവിടെ എത്തി. ഇത് ഇവിടുത്തെ പണിക്കാരാണെന്നുണ്ട്. അവർ വന്ന് കുറച്ച് ഒച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ പെയിന്റ് അടിക്കാണ്ട് പണിക്കാരാണെന്നുണ്ട്. അവരൊന്ന് ഒച്ചെടുത്തപ്പോൾ തന്നെ ഫുള്ള് കുരങ്ങും പേടിച്ചിട്ട് നേരെ മേളിലോട്ട് കയറി. അവർ വല്ല ഉപദ്രവിക്കിരിക്കും കേട്ടോ. അവരെ പേടിയാണ്. അവർ വന്നപ്പോൾ തന്നെ നേരെ ഓടി മേളിലോട്ട് കയറി കാണിച്ചങ്ങൾ. നമ്മളെ കുറച്ചും കൂടി ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് അവിടെ എത്തിക്കാൻ പിന്നെ സിമ്പിളായി. അവസാനത്തെ ഫുള്ള് ഇറങ്ങി നമ്മ വന്ന അവിടെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. അതേ ഇറങ്ങോട്ട് തിരിച്ചിറങ്ങുമ്പോഴും വീഡിയോയിൽ കാണാം കുരങ്ങൾ ഭയങ്കര ശല്യം തന്നെയായിരുന്നു. മറ്റ് കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ്റെ പോക്കറ്റിലൊക്കെ കയറി പിടിച്ച് അങ്ങനെ ഒന്നുമില്ല എന്നുള്ള മെയിൻ ഡയലോഗ് തന്നെ അടിച്ചത്. അവസാനം ഇറങ്ങി തിരിച്ചത് ഇവിടെ വന്ന് ഇനി ഓട്ടോ പിടിച്ച് നേരെ നമ്മുടെ ത്രിംബകേശ്വർ ടെമ്പിളിൽ അങ്ങോട്ട് തന്നെ പോകും. അവിടെ ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് പറയുന്നത്, ബ്രഹ്മഗിരി എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ അതിൽ പോവും. അതല്ലെങ്കിൽ തിരിച്ച് നാസിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മുംബൈയിലോട്ട് പോകാനാണ് അടുത്ത നമ്മുടെ പ്ലാൻ. എന്തായാലും എന്തേ
നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ സഹായിച്ച സാറുമാരാണ് ഇതെല്ലാം. ഇത് ബാബർ സ്വാമി സാറ്, ഇത് വീരമണി സാറ്, അത് ജയ് സാറ്, അത് ഗോപി സാറ്. இந்த സാറിന്റെ പേര് தெரியாது. വിജയ് കുമാർ സാറ്. എല്ലാവരുടെ നന്ദി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ വെച്ച് നിർത്തരുത്. നമ്മൾ ഓട്ടോ കൂടെ കിടക്കുന്നുണ്ട്, തിരിച്ചു പോകണേ. അപ്പോൾ ഓക്കെ, ബൈ.